നമുക്കറിയാം പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തരികയും ഒരു ലൈൻ തരികയും ചെയ്ത പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാ മക്കളെ? ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നേക്കണ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് 5 അങ്ങനെ തന്നെ വരും. ദെൻ ഡിവൈഡഡ് ബൈ ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എ വരുന്നത്. അപ്പൊ അവിടെ എ എന്ന് പറഞ്ഞ 1 ആണ്. 1ന്റെ സ്ക്വയർ 1 അങ്ങ് എഴുതിയാൽ മതി. പ്ലസ് ഈ വൈയുടെ കോഎഫിഷ്യന്റ് ആണ് ബി വരുന്നത്. അപ്പൊ ആ ബി എന്ന് പറഞ്ഞ 1 വരും. 1ന്റെ സ്ക്വയർ 1 വരും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പാസ് ചെയ്യണ പോയിന്റ് എക്സിനും വൈക്കും പകരം കൊടുത്താൽ മതി. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ 1 പ്ലസ് വൈയുടെ സ്ഥാനത്ത് എന്ത് വരും? 2. അപ്പൊ 1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 5. റൂട്ടിനകത്ത് വരുന്ന 1 പ്ലസ് 1 കൂട്ടുമ്പോൾ റൂട്ട് 2 വരും. അപ്പൊ റൂട്ട് 2 വരും. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി എഴുതിയാൽ മതി. മാഗ്നിറ്റ്യൂഡ് കൊടുക്കാം. എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ അത് പ്രശ്നമില്ല. അപ്പൊ 1 പ്ലസ് 2 3. 3 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 8/√2 ആയിരിക്കും ആൻസർ. കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായ മാത്സ് വളരെ ഈസിയായി കുട്ടികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റാർട്ട് ചെയ്ത ഒരു ലേണിംഗ് ആപ്പാണ് ക്ലാസ്സോറ. ടെസ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ബേസിക് കൺസെപ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അടങ്ങിയ 500ഓളം ലൈവ് റെക്കോർഡഡ് വീഡിയോ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും കുട്ടികൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്.